ബിസ്മി മൈഗ്രെയിൻ റിലീഫ് ഓയിൽ നമ്മൾ അന്ന് വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം എന്താ പറയുക ഉത്തരവാദിത്തോടു കൂടിയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കൽ. കാരണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ള. ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് ഡയറക്റ്റ് എന്നെ വിളിച്ച് ഞാൻ അന്വേഷിച്ചതിൻ്റെ ശേഷമാണിത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ട്, മാറില്ല. നമ്മൾ ഒരു 100% നിങ്ങൾക്ക് ഉറപ്പ് പറയാണ് ഇത് മാറും എന്നുള്ളത്. കാരണം ഇത്രത്തോളം കുറച്ച് ബോട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞ തവണ, പിന്നെ അത് ഏകദേശം വിറ്റ് തീർന്നു. രണ്ടാമത്തെ സെക്ഷനാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് ഉപയോഗിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കണേ. ഓക്കെ. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താണ്. യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ കഴിയുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ, ഇനി 1 മണിക്കൂർ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ അരമണിക്കൂറെങ്കിലും തല മൊത്തമായിട്ട്, അതായത് മുടിയിലല്ല തലയൊട്ടി മൊത്തമായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കഴിയുന്നുണ്ടെങ്കിൽ നിന്നതിന് ശേഷം കഴുകി കളയാം. പിന്നെ ഷാമ്പു സോപ്പ് നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാം. പക്ഷേ ഫസ്റ്റത്തെ ഒരാഴ്ച ഷാമ്പു ചെയ്യാതിരിക്കണം ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ എണ്ണ പോവല്ലേ, നമ്മളെ പറ്റ ഒന്നായിട്ട് പോകും. അതുകൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഈ എണ്ണയിലുള്ള മരുന്ന് നമ്മളെ തലയിൽ പിടിക്കണം, എന്നാലേ ഇതാവുള്ളൂ. അപ്പൊ അത് പിടിക്കാനാണ് എന്താ വെച്ചാൽ എണ്ണ മൊത്തം പോവരുത് നമ്മൾ പറയുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് കുളിക്കണം, 5 മിനിറ്റ് മുന്നേ പോയി കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ മതി. സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ടും കൊണ്ട് പോയാൽ മതി. ഈ ഒരാഴ്ചയാണ് നമ്മൾ ഇങ്ങനെ ഇതാക്കേണ്ടത്. പിന്നെ അലർജി ഉള്ളവര് ഒരു കാര്യം ശ്രദ്ധിക്കണം. അലർജി ഉള്ളവർ കഴിയണതും എണ്ണയിൽ ഉണ്ടാക്കിയ മരുന്ന് വാങ്ങരുത്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ മരുന്നാണ്. രണ്ടിലുണ്ട്, വെളിച്ചെണ്ണയിലും വെളിച്ചെണ്ണയിലും ഉണ്ട്, എള്ളെണ്ണയിലും ഉണ്ട്. എള്ളെണ്ണയിലുള്ളതും വെളിച്ചെണ്ണയിലുള്ളതും തലവേദന എന്തായാലും മാറുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാല് അലർജി, തുമ്മൽ, കഫം കെട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എണ്ണനെയും കാട്ടി ഒന്നും കൂടി നന്നാവല് നമ്മളെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ് നന്നാവുക. അപ്പൊ കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ. കാരണം മൈഗ്രയുള്ള പൊതുവെ ആൾക്കാർ എല്ലാവരും പറഞ്ഞതാ ഞങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല, ഞങ്ങൾ എണ്ണ ചെയ്യില്ല. അപ്പൊ അങ്ങനത്തോട് ഞാൻ പറയുന്നുണ്ട്, അങ്ങനത്തെ നിങ്ങൾ വെളിച്ചെണ്ണ എടുത്തോളി. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തതിന് മുന്നേ ഒന്ന് മാറ്റം വരുത്തണ്ടല്ല, ഓരും പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 500 ബോട്ടിലുണ്ട്, 200 ബോട്ടിലുണ്ട്, 100 ബോട്ടിലുണ്ട്. എണ്ണൻ്റെതാണെങ്കിൽ 200 രൂപ, വെളിച്ചെണ്ണൻ്റെതാണെങ്കിൽ 250 റുപ്യാണ് വരുന്നത്. പിന്നെ കൊറിയർ ചാർജ് ആണെങ്കിൽ കൊറിയർ അയക്കണവർക്ക് ഒരു 50 റുപ്യ എക്സ്ട്രാ ഉണ്ടാവും, ആ പൈസ ഉണ്ടാവും. പിന്നെ 200 മില്ലിൻ്റെതാണെങ്കിൽ എണ്ണൻ്റെതാണെങ്കിൽ 400 രൂപ, പിന്നെ മറ്റേത് 500 റുപ്യ. അതിന്റെ കൊറിയർ ചാർജ് അടക്കം 450, 550 അങ്ങനെയാണ് വരുന്നത്. ഞാന് ഈ തലേ തേച്ചിട്ട് അൽഹംദുലില്ലാ ഒരാഴ്ചയായി. ഇപ്പം ഞാൻ ഇന്നൊക്കെ ഇപ്പോൾ ഒരാഴ്ച ആവും. നല്ല മാറ്റമുണ്ട്. മാഷാ അല്ലാ. എനിക്ക് ആ എണ്ണ തേക്കൽ തുടങ്ങിയതിന് ശേഷം തലവേദനക്ക് നല്ല മാറ്റമുണ്ട്. അസ്സലാമു അലൈക്കും. പിന്നെ മരുന്ന് നിങ്ങൾ എണ്ണ തേച്ചിട്ട് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ.